54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. മികച്ച നടിക്കുള്ള അവാർഡ് ഉർവശിയും ബീന ആർ ചന്ദ്രനും പങ്കിട്ടു. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ് ഉർവശിക്ക് അവാർഡ് ലഭിച്ചത്. തടവ് എന്ന ചിത്രത്തിനാണ് ബീന ആർ ചന്ദ്രന് അവാർഡ് ലഭിച്ചത്. ബ്ലെസ്സിയാണ് മികച്ച സംവിധായകൻ. മികച്ച ചിത്രം കാതൽ. പൂക്കാലത്തിലെ മികച്ച പ്രകടനത്തിന് വിജയരാഘവന് സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചു. ശ്രീഷ്മ ചന്ദ്രനാണ് മികച്ച സ്വഭാവ നടി. തടവ് സിനിമയിലൂടെ ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനായും തിരഞ്ഞെടുക്കപ്പെട്ടു. 9 പുരസ്കാരങ്ങളുമായി ആടുജീവിതം തിളങ്ങി. ഇതേ ചിത്രത്തിലെ പ്രകടനത്തിന് KR ഗോകുലിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. കാതലിലെ അഭിനയത്തിന് സുധീർ കോഴിക്കോടിനും ഗഗനചാരി സിനിമയ്ക്കും പ്രത്യേക ജൂറി പരാമർശം ഉണ്ടായി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററാണ് മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിയത്. ആൻ ആമി മികച്ച പിന്നണി ഗായികയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ജസ്റ്റിൻ വർഗീസാണ് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം മാത്യൂസ്. ചിത്രം കാതൽ. 2023 സംസ്ഥാന അവാർഡിനായി പരിഗണിക്കപ്പെട്ടത് 160 സിനിമകളാണ്. പ്രാഥമിക ജൂറി 2 സബ് കമ്മിറ്റികളിലായി തിരിഞ്ഞ് 80 സിനിമകൾ കാണുകയും 35 സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുട്ടികളുടെ സിനിമകളിൽ 4 സിനിമകൾ പരിഗണിക്കപ്പെട്ടു. അങ്ങനെ 38 സിനിമകൾ അവസാന റൗണ്ടിൽ എത്തി. ഇതിൽ 22 സിനിമകളും നവാഗത സംവിധായകരുടെ സിനിമകളായിരുന്നു. 2006 വാസ്തവം എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിനാണ് പൃഥ്വിരാജിന് ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. 2012 സെല്ലുലോയിഡ്, അയാളും ഞാനും തമ്മിൽ എന്നീ സിനിമകളുടെ പ്രകടനത്തിനും വീണ്ടും ഇതേ അംഗീകാരം ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ആടുജീവിതത്തിലെ സമാനതകളില്ലാത്ത അഭിനയത്തികന് 3ാം തവണയും സംസ്ഥാന ബഹുമതി സ്വന്തമാക്കുകയാണ് അദ്ദേഹം. കൂടെ അഭിനയിച്ച പാർവതി തിരുവോത്തിന് നന്ദി പറഞ്ഞും സംവിധായകൻ ക്രിസ്റ്റോ ടോമിയോട് ക്ഷമ ചോദിച്ചും നടി ഉർവശി. പാർവതി എതിരെ ഉള്ളതുകൊണ്ടാണ് അത്ര നന്നായി അഭിനയിക്കാൻ പറ്റിയത്. പാർവതിയും അത്രയും മികച്ച പ്രകടനമാണ് നടത്തിയതെന്നും ഉർവശി പറഞ്ഞു. ഉർവശിയും പാർവതിയും മത്സരിച്ചഭിനയിച്ച ഉള്ളൊഴുക്കിലെ പ്രകടനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഉർവശി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഉള്ളൊഴുക്കിലെ അഭിനയം ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നും ഉർവശി പറഞ്ഞു. ഒരുപാട് കാലം എനിക്ക് വേണ്ടി കാത്തിരുന്നു. എന്നിട്ടും ക്രിസ്റ്റോ വിളിക്കുമ്പോൾ ചൂടായിട്ടൊക്കെ ഉണ്ട്. വെരി സോറി ക്രിസ്റ്റോ. ഈ പുരസ്കാരം ക്രിസ്റ്റോയ്ക്ക് കൊടുക്കേണ്ടതാണ്, ഉർവശി പറയുകയുണ്ടായി. മമ്മൂട്ടി ജിയോ ബേബി ചിത്രം കാതൽ ദ കോർ എന്ന ചിത്രത്തിന് 4 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ് ലഭിച്ചിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെ നിർമ്മിച്ച ഈ ചിത്രത്തിന് മികച്ച ചിത്രം, മികച്ച കഥ, മികച്ച പശ്ചാത്തല സംഗീതം, അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം എന്നിവയാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച നടിക്കുള്ള ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഉർവശിയോടൊപ്പം പങ്കിട്ട നടിയാണ് ബീന ആർ ചന്ദ്രൻ. തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സ്കൂൾ അധ്യാപിക കൂടിയായ ബീന ചന്ദ്രൻ മികച്ച നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത്. ദാരിദ്ര്യത്തിലൂടെയും രോഗപീഡയിലൂടെയും കടന്നു പോകുന്ന സ്ത്രീ ജീവിതത്തിൻ്റെ വിവിധ ഭാവങ്ങൾ അനായാസമായി അവതരിപ്പിച്ചതിനാലാണ് ബീന ആർ ചന്ദ്രന് ഈ പുരസ്കാരം നൽകിയതെന്ന് ജൂറി വ്യക്തമാക്കിയിരുന്നു.